ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഗായ്സ്, ഇന്നാണ് നമ്മുടെ എല്ലാ പരിപാടികളുടെയും ഒരു കലാശക്കുട്ടി എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടി പോകുന്നത്. കാരണം ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ മറ്റന്നാളാണ് നമ്മുടെ കല്യാണം വരുന്നത്. അപ്പൊ അറിയാലോ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ വീട്ടിൽ നമുക്ക് അല്ലറ ചില്ലറ പണിയെല്ലാം ബാക്കിയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കംപ്ലീറ്റ് മെസ്തപ്പ് ആയിട്ടാണ് ഉള്ളത്. അതിനെ കംപ്ലീറ്റ് വെട്ടി ഒന്ന് സെറ്റപ്പ് ആയിട്ട് നല്ല മുടുക്കനായിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ ഇപ്പം തന്നെ എത്താം. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പരിപാടികളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. അത് വേറെ ഒന്നും അല്ല, കണ്ടില്ല, ഇവിടെ ഇപ്പം പന്തലിന്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനിടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കിട്ടും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് ഒന്ന് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഗായ്സ്, ഞാനത് മുടിയെല്ലാം മുറിച്ച് ഏകദേശം സെറ്റാക്കി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ റെഡി ആയിക്കോ എന്നെ ഇട്ടാൻ വേണ്ടിയിട്ട്. ഒരു അത്യാവശ്യം ഒരു കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒന്ന് കട്ട് ചെയ്ത് തരണം എന്നാണ് അയാളോട് പറഞ്ഞത്. മൂപ്പർ അതനുസരിച്ചെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ മുഖം ഒന്ന് ക്ലൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് പോയി വന്നുകൊണ്ടാണ് ഭയങ്കര ചൂടെടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് ഇനി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ചൊരു മുഖത്തിന് വേണ്ടി ഫേസ് എല്ലാം ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സെറ്റപ്പ് സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്നാലും ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. മുഖം എന്നാ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. എന്തായാലും കല്യാണത്തിന് മുമ്പ് കുറച്ച് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് മറ്റേ നമ്മുടെ ഫേസ് വാഷ്, പിന്നെ ഒരു ഇച്ചിരി റോസ് വാട്ടർ, പിന്നെ നമ്മുടെ സൺസ്ക്രീൻ. ഇത് മാൻഡേറ്ററി സാധനമാണ്. അതായത് സൺസ്ക്രീൻ കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുണ്ടായ ഒരു സംഭവമാണ്. കാരണം എനിക്ക് എപ്പോഴും ഈ വെയിലത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ടാൻ അടിച്ച ഒരാളാണ്. അപ്പോൾ സൺസ്ക്രീന് ദേവു എന്നോട് പറഞ്ഞത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് മാറ്റം എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നോർമലി ഉള്ള ആളാണ് കൂടി ഒരു ഫേസ് വാഷ് ഒരു സൺസ്ക്രീൻ എന്തായാലും നിർബന്ധമാക്കണം. എന്നാൽ പിന്നെ എല്ലാം സെറ്റപ്പ് ആക്കാം. ഇനി ഞാൻ എന്തായാലും ഇതിലൊന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും എത്തും. അതിന് കുറച്ചുകൂടി ടൈം എടുക്കും. അവര് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പൊ ഇതിലേക്ക് നമ്മുടെ വിഘ്നേഷ്, ഉണ്ണി, ഇങ്ങനെ കുറച്ച് ചങ്കുകളെല്ലാം വരുന്നുണ്ട്. ഫൈനലി നമ്മളെ പന്തലെല്ലാം ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ലുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ രീതിയിലാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനിയും കുറച്ച് ചെറിയ വർക്ക് കൂടി ഉണ്ട്. അതായത് നമ്മൾ ഇത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, ഇതിൽ തന്നെ വൈറ്റ് ഷീറ്റ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇപ്പം വരുന്നില്ല. ഇപ്പം ജസ്റ്റ് മഴേൻ്റെ ഒരു ഇതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പന്തലെല്ലാം ഇവിടെ നമ്മൾ വെച്ചത്. ഇനി ഇതിൻ്റെ മേലെ വൈറ്റ് ഇടാനുണ്ട്. വൈറ്റും പിന്നെ നമ്മളെ ഈ ഒരു ചുറ്റിലും വൈറ്റ് ലൈനായിട്ട് ഒരു സാധനം കൂടി ഇടാനുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ എത്തിച്ചിട്ട് മാത്രമേ നമ്മളത് ചെയ്യാനുള്ള പ്ലാനിങ് ഉള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ കാര്യമായിട്ടുള്ള ഫംഗ്ഷനൊന്നും നടക്കുന്നില്ല. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള അയൽപക്കത്തിലുള്ള ആൾക്കാരും ബന്ധുക്കളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കണക്കായിട്ടുള്ള സംഭവം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പം ചോറ് വെക്കുമെന്ന് പറഞ്ഞതും നടക്കൂല. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ പുറത്തും തന്നെ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ശിഖ. ഇവള് ദേവുവിന്റെ നാട്ടുകാരിയാണ്. പകുതി തലശ്ശേരി, പകുതി ട്രിവാൻഡ്രം, സങ്കരയിലും. ശിഖ ഇതാ ചോറ് വരുന്നത്. അതായത് ഗോപി, നമ്മുടെ മെയിൻ ഗോപി. ഇതാണ് ചോറ്. പിന്നെ നമ്മൾ കറിയായിട്ട് ഉപ്പേരി, പിന്നെ ഇതും തന്നെ കൂട്ടുകറി, പിന്നെ അച്ചാറ്, മീൻകറി ഉണ്ട്, മീൻകറി, പിന്നെ കാളൻ. അമ്മയെല്ലാം മൊത്തം തിരക്കാന്ന്. അമ്മക്കൊന്നും സംസാരിക്കാനൊന്നും നേരെയില്ല. പിടിപ്പൊരു പണിയാണ് അല്ല അമ്മ? ഒരു തിരക്കും ഇല്ല. എന്നാ എല്ലാം വിളമ്പി തന്നെ അമ്മ. എന്നാ വാരി തരുമോ എനക്ക് ചോറ്? എന്താ വരി തരൂ. നമുക്കിനി എന്തായാലും ചോറ്, നമുക്ക് ഇത് കാണുന്ന കൊതിയാണ്. ചോറിന് മുൻചാരം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഉറങ്ങിയിട്ടല്ലാണ് ഇപ്പം വരുന്നത്. ഇനിയിപ്പം നേരെ നമ്മളിതാ അമ്മ ഒരേ ചിരിയാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലെല്ലാം പോയിരുന്ന ഇവിടേക്കെല്ലാം വെച്ചിട്ട് വരാന്നുള്ളത്. കാരണം ഈ കല്യാണ തിരക്കിനോട് വെച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം അമ്മ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവുവിനെയും കൂട്ടിയിട്ടല്ലേ വരാൻ പറ്റും.
എന്താന്ന് ചിരിക്കുന്നു? അമ്മായിയമ്മ ആയതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഈ ഫീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? നമ്മൾ ഈ അമ്പലത്തിലെ മെയിൻ ഒരു സംഭവമാണ്, അതായത് നല്ല ആംബിയൻസ് ആയിരിക്കും. ഒരു മഴയെല്ലാം പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ വന്ന് നോക്കണം. ഇപ്പൊ സെറ്റാണ്. ഇവിടെ ഒരാൾ നേരത്തെ തന്നെ പോയിട്ട് മറ്റേ ത്രെഡെല്ലാം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാണിച്ചാട്ട അമ്മ മുഖം കണ്ടില്ലേ? അതിന്റെ മേലെ എന്തെങ്കിലും തേക്കണം, ത്രെഡിൻ്റെത്, അല്ലെങ്കിൽ വല്ലാണ്ട് പുകച്ചിലെടുക്കും. അമ്മ എന്താന്ന് അറിഞ്ഞോളൂ, ഇന്ന് മൗനവ്രതത്തിലാണ്. കല്യാണം വരുന്നില്ല, അതുകൊണ്ടായിരിക്കും. ഇനി ക്ഷേത്രത്തിലെല്ലാം കയറിയിട്ട് തൊഴുതിട്ടെല്ലാം വരാം. ക്ഷേത്രത്തിനകത്തേക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഞാൻ വേഗം അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ കാഴ്ച ശിവയിലെല്ലാം കണ്ടിട്ട് ഇനി അമ്മ തിരിച്ചിങ്ങോട്ടേക്ക് വരും വീട്ടിലേക്ക്. ഇനി ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, കാരണം എനിക്ക് ഇനിയിപ്പോൾ നാളെ പോവല്ലേ. അപ്പം അതിൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം നേരെ റെഡിയാക്കാം. കാരണം ഇനി നമ്മളത് ഡിലേ ആക്കുന്നതിന് അർത്ഥമില്ല. ഇനി എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി മിസ്സായിപ്പോയി. അതായത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് തന്നെ. അതായത് എൻ്റെ കല്യാണം നടക്കുന്ന രീതിയിൽ. കാരണം ഇപ്പം എല്ലാ ബന്ധുക്കളും എല്ലാവരും വന്നു കഴിഞ്ഞ്, പിന്നെ പോരാത്ത നമ്മളെ പന്തലും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയല്ലോ. ഇനി നമ്മളെ നന്ദു വരാനുണ്ട്. ഫൈനലി എൻ്റെ ക്യാമറമാൻ ലാസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. കാരണം നാളെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഹാൻഡ്ലിംഗ് ഒന്നും എനിക്ക് പെട്ടെന്ന് നടക്കൂല. കാരണം പല 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 തിരക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരായിരിക്കും ഈ ക്യാമറമാൻ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. വേറെ ആരുമല്ല, ദ അപ്കമിങ് ടെറർ നന്ദു. നീ നേരെ കോളേജിൽ നിന്ന് വരുന്നല്ലേ? എന്താ കഴിച്ചു തന്നിട്ട്? അങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മക്കായ കൊടുക്കാം. എന്നാ കഴിച്ചോ. നാളെ അറിയാലോ പ്ലാന്. നാളെ രാവിലെ തൊട്ട് തുടങ്ങും പരിപാടി. നീ ക്യാമറയും പിടിച്ച് എന്റെ വയ്യന്നെ വരണം. ഓരോ മൊമെന്റ്സും എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുക, ഉറപ്പാ. അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ നമ്മള് 2 ദജ്ജാലുകൾ കൂടി വരാനുണ്ട്. കൂടെ വരാൻ വേണ്ടി കാത്തു വെക്കുന്നത്. അവന്മാര് ഇവിടുത്തെ പാലക്കാട് നിന്ന് വരുന്ന. ഗോപി എനിക്ക് ചോറ് തരൂ, ഇങ്ങനെ കാത്തിരിക്കണ്ട ഗോപി. ഗോപിക്ക് എന്തിനാ നാളത്തെ എക്സൈറ്റ്മെന്റ്? എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഗോപി ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കോ ഇല്ലയോ? കളിക്കുവാ? ബഗിഡിനെ പോലെ കളിക്കുവാ? കളിക്കണ്ടല്ലേ, കളിപ്പിക്കണോ? ഡാൻസ് കളിക്കണേ ഗോപി? നമ്മള് ഡിന്നറിൽ കഴിച്ചിട്ട് വരാം. വിഘ്നേഷും ഉണ്ണിയും വരുന്ന ചാൻസ് ഇവിടെ കുറവാണ്. കാരണം അവൻ പാലക്കാട് നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവനിപ്പം മലപ്പുറം എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എന്തായാലും നല്ല രീതിയിൽ ഡിലേ ആവും. അപ്പൊ അവന്മാര് തൽക്കാലം വേറെ സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് വരാന്നാ പറയുന്നത്. ഞാനും അത്യാവശ്യം ഇന്ന് നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എന്തായാലും മോർണിംഗ് എണീച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നേരത്തെ പോവുകയാണല്ലോ. അപ്പം ഒന്ന് പോയി കിടന്ന് ഉറങ്ങണം നല്ലോണം. എന്നിട്ട് രാവിലെ എണീച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വേണം ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോവാം. ഇനി നമുക്ക് നാളെ മോർണിംഗ് കാണാം.